ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇപ്പൊ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങളെ കിട്ടും, ഇപ്പൊ പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങളെ കിട്ടാൻ വലിയ താമസമൊന്നുമില്ല. നമുക്ക് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊരു ലൈഫ് പാർട്ണർ അല്ലെങ്കിൽ നമ്മളുടെ സോൾമേറ്റ് എന്ന് പറയുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് വരും നമ്മളുടെ ലൈഫിൽ. നമ്മളെ കളയാതെ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം നമ്മളുടെ നമ്മൾ വീക്കായി പോകുന്ന സിറ്റുവേഷൻസ് ആണ്, നമ്മുടെ എല്ലാ സിറ്റുവേഷൻസിലും നമ്മളുടെ കൂടെ വേണ്ട ആളാണ് നമ്മുടെ ഒരു ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരാൾ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് കണ്ട ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഫാമിലിനെ എല്ലാം മറന്നുകൊണ്ട് നമ്മൾ സൂസൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോ ഓൾമോസ്റ്റ് നമുക്ക് നമ്മളുടെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് അവർ ഒത്തിരി നമുക്ക് എഡ്യൂക്കേഷൻ നമ്മളെ ഇത്രയും വളർത്തി നമ്മളെ വലുതാക്കി അവരായിട്ട് കാണുന്ന കുറെ ഡ്രീംസ് കാര്യങ്ങളുണ്ട്. നമ്മൾ പെട്ടെന്ന് കണ്ട ഒരാൾക്ക് വേണ്ടി നമുക്ക് ഒരു വർഷം അറിയാവുന്ന ഒരാൾക്ക് വേണ്ടിയോ ഒരു 2-3 മാസം അറിയാവുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ സൂസൈഡ് ചെയ്യുന്ന എന്ത് മണ്ടത്തരമാണ്. കാരണം നമ്മൾ എന്തോരം വർഷം ജീവിക്കേണ്ടതാണ്, നമ്മളുടെ എന്തെല്ലാം സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് ഇന്നൊരാളാവണം. അപ്പൊ ആ ഡ്രീംസ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ലവ് വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എല്ലാവർക്കും പ്രണയം ഉണ്ടാവണം, ലൈഫിൽ അങ്ങനത്തെ ഒരു ഫേസിലൂടെ നമ്മൾ കടന്നു പോകണം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, അതൊക്കെ നല്ലതാണ്. പക്ഷേ സൂസൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കരുത്. കാരണം നമ്മൾ മാത്രമല്ല, നമ്മളെന്ന് പറയുമ്പോൾ നമ്മളെ പാരന്റ്സ്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി മനുഷ്യരുണ്ട്, നമുക്ക് സുഹൃത്തുക്കളുണ്ടാവാം. അപ്പൊ അവരെയൊക്കെ വിഷമിപ്പിക്കാനായിട്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത്. കുറച്ച് സ്ട്രോങ് ആവുക, നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ട് നിൽക്കുക. കാരണം ഒരാൾ പോയാൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെ കാണിക്കുക, നീ പോയിക്കഴിഞ്ഞാൽ എനിക്ക് വേറൊരാളെ കിട്ടും, നിന്നേലും നന്നായിട്ട് സ്നേഹിക്കാനും എന്നെ കരുതൽ എന്നെ അങ്ങനെ രീതിയിൽ നോക്കാനും ഒക്കെ ഒരാൾ എന്റെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ട് കാണിക്കാം. ഇപ്പം ഇല്ല, രണ്ടുപേരുടെയും ഹോണസ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരിക്കലും ബ്രേക്ക് ആവത്തില്ല. നമുക്കറിയാലോ അത് എത്ര വർഷം കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം സ്ട്രോങ് ആണെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഫാമിലിയുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ധൈര്യം ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും കാണിക്കുക. കാരണം പഴയ ജനറേഷൻസ് ഒന്നും അല്ല, ഇപ്പോഴത്തെ ജനറേഷന് ആവശ്യത്തിലേറെ റൈറ്റ്സ് ഉണ്ട്, നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. അപ്പം ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും യാതൊരുവിധ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോ ഞാൻ പറയുന്ന കുറച്ച് ബോൾഡ് ആയിരിക്കുക, സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. താങ്ക് യു.